അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഈ ഒരു സമയം വരെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ റൂഹായ അടിസ്ഥാനമായ തൗഹീദിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഒരു കാര്യം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹഖുല്ലാഹി അലൽ ഇബാദി അയഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ നാഥനായ, അവൻ്റെ രക്ഷിതാവായ, അവനെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനായ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം, അള്ളാഹുവിനോടുള്ള അവൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ അയ്യഅ്ബുദൂഹു, കൃത്യമായി കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കലാണ്. വലാ യുശ്രികൂ ബിഹി ഷൈഅ, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, ഷിർക്കിൻ്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഇല്ലാതെ അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുക എന്നതാണ് ഓരോ അള്ളാഹുവിൻ്റെ അടിമയ്ക്കും അള്ളാഹുവിൻ്റെ മേലുള്ള ബാധ്യത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ എക്കാലത്തും തൗഹീദിൻ്റെ മഹനീയമായ വാചകങ്ങൾ കടന്നു വന്നിടത്തൊക്കെ പിശാചിൻ്റെ കുതന്ത്രത്താൽ, പിശാചിൻ്റെ കൈകടത്തലുകൾ കാരണം ഷിർക്കിൻ്റെ ആശയങ്ങളും ഷിർക്കിൻ്റെ വാദങ്ങളും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവിടെയെല്ലാം കൃത്യമായി പ്രാമാണികമായി നെസ്സ് വെച്ച് തൗഹീദും ഷിർക്കും തമ്മിൽ മാറ്റിരിച്ചിട്ടുണ്ട് എന്നും തൗഹീദ് എക്കാലത്തും പ്രസക്തമായി സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട് എന്നും ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മളെല്ലാവരും നിലകൊള്ളുന്ന കേരള നദ്വത്തുൽ മുജാഹിദീനും ആ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമയും കേരളക്കരയിലും കേരളത്തിൻ്റെ പുറത്തും എങ്ങോളമായി കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നടമാടിക്കൊണ്ടിരുന്ന മുഴുവൻ ജീർണതകളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഷിർക്കൻ പ്രവർത്തനങ്ങളെയും തൗഹീദ് വെച്ചുകൊണ്ട് പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രമാണങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലയുടെ യാഥാർത്ഥ്യത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തതായി ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ നിമിഷം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് എന്നൊക്കെ കേരള ജമിയത്തുൽ ഉലമ ഈ പറയുന്ന ദഅവത്ത് നടത്തിയിട്ടുണ്ടോ, അവിടെ നിന്നും ആദ്യം സമസ്ത തിരിഞ്ഞുപോയി, അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമി തിരിഞ്ഞുപോയി, അതിനുശേഷം മർകസു ദഅവയും അവസാനമായി കൊണ്ട് നമ്മളുടെ ഇന്നത്തെ മുഖാമുഖത്തിൻ്റെ പ്രധാന ചർച്ചയായ വിസ്ഡം ഇസ്ലാമിക് ഗ്ലോബൽ ഇസ്ലാമിക് മിഷനും അതിൻ്റെ കൂടെ പിരിഞ്ഞുപോയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്ന്, വാറോലയായ ഒന്ന് കൊണ്ടുവന്ന്, ആ കൊണ്ടുവന്നതും വെച്ചുകൊണ്ട് ഈ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ നെടുകെ കീറിക്കൊണ്ട് ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ കേരള നദ്വത്തുൽ മുജാഹിദീനിൽ നിന്നും ഇറങ്ങിപ്പോയ ചില ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ ഈ കേരള നദ്വത്തുൽ മുജാഹിദീനിൽ നിന്നും, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നീട് മൈക്ക് കെട്ടി ഒരുപാട് വാദങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് അവരുടെ വാദങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അവരിറങ്ങിപ്പോയ സമയത്ത് എന്തൊക്കെ വാദങ്ങളാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും അവരിന്ന് പറയുന്നില്ല, അതൊന്നും ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ പറയുന്നില്ല. കാരണം എന്താണ്? അവർ പറഞ്ഞിരുന്ന, അവർ എഴുതിയിരുന്ന, അവർ രഹസ്യമായി ചർച്ച ചെയ്തിരുന്ന അവരുടെ വാദങ്ങളെങ്ങാനും ഇന്ന് മൈക്ക് കെട്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഘടനയിലേക്ക് ആളെ കിട്ടില്ല എന്ന ഭയം
ആ ഭയം അവർ മനസ്സിലാക്കിക്കൊണ്ട് വാദങ്ങൾ മാറ്റി മാറ്റി ഇന്നത്തെ സമൂഹത്തെ, ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് ഈ വിഭാഗത്തിന്റെ ആളുകളിൽ കാണുവാൻ സാധിക്കുന്നത്. അവർ കോഴിച്ചനയിലൊന്ന് പ്രസക്തമായ ഒരു സംവാദം നടത്തി. ആ സംവാദത്തിലാവട്ടെ ജിന്നിനെ കുറിച്ച് അവർ പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ് ജിന്ന് എന്നാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ അഭൗതികമാണ് എന്ന് അവർ കോഴിച്ചന സംവാദത്തിൽ വാദിക്കുകയും, എന്നാൽ ഇന്ന് അവരോട് ചോദിച്ചാൽ അവർ സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാണ്, അല്ല, ജിന്ന് അഭൗതികമല്ല, ജിന്ന് അദൃശ്യമല്ല, അദൃശ്യവും അഭൗതികവും അല്ല മാത്രമാണ്, അല്ലാത്തതെല്ലാം ഭൗതികതയിലാണ് എന്ന് ഇന്നവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ വിഷമകരമെന്ന് പറയട്ടെ, അവരത് വാദിക്കുന്നു എന്ന് മാത്രമല്ല, ആ വാദം നിലനിർത്താൻ, ആ പറയുന്ന കള്ളം സത്യമാണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ധീരരായ തൗഹീദിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഓരോ പണ്ഡിതന്മാരുടെയും പേര് പറഞ്ഞ് അവരിതിലേക്ക് വലിച്ചയക്കുന്നത് നമുക്ക് സഹിക്കുവാൻ സാധിക്കുകയില്ല. യാ ഇബാദല്ലാഹ് എന്ന് പറയുന്ന ഒരു വാറോലയെ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അതിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി മദീനത്തിൽ നിന്നും ചില വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പ്രബന്ധങ്ങൾ നിങ്ങൾ മദീനത്തിൽ നിന്നും ഈ കേരളക്കരയിലേക്ക് വരുത്തിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഈ ജിദ്ദയിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിച്ചു, ഒരു തട്ടിക്കൂട്ട് മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, മറുപടി വാദമല്ല എന്ന ബഹുമാനനായ അനസ് മൗലവിയുടെ ആ ഒരു വാദത്തെ ഖുർആനിലൂടെ തെളിവുദ്ധരിച്ച്, പ്രാമാണികമായി തെളിവുദ്ധരിച്ച് മറുപടി വാദമല്ല എന്ന് പറഞ്ഞതിനെ നിങ്ങൾ പരിഹസിച്ച് പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പരിപാടി വെക്കുമ്പോൾ ഇത് വാദമാണെന്ന് നിങ്ങൾ പറയേണ്ട ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. യാ ഇബാദല്ലയെ ജായിസാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നല്ലോ മദീനത്തിൽ നിന്നും ചില പ്രബന്ധങ്ങൾ, 100ഓളം തെളിവുകൾ പണ്ഡിതന്മാരുടെ ഉദ്ധരിച്ചുകൊണ്ട് അതെല്ലാം ജായിസാണ് 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 എന്ന് പറഞ്ഞ ചില ഇബാറത്തുകൾ നിങ്ങൾ കൊണ്ടുവന്നല്ലോ. അത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറാണോ? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ലജ്നയിൽ ഉണ്ടായ, നിങ്ങളുടെ ലജ്നയിൽ ഇന്നും പ്രവർത്തിക്കുന്ന ബാലുശ്ശേരിക്കാരനായ സിറാജ്, ആ സിറാജ് മൗലി ഒരു കാലത്ത് എഴുതി വെച്ചല്ലോ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൊണ്ടുവന്നല്ലോ, പിഞ്ഞാണത്തിൽ എഴുതി അതിലൂതി കുടിക്കുന്നത്, അത് കുടിച്ചാൽ അസുഖം മാറുമെന്ന് പറഞ്ഞത്, അത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ? അതേ ബാലുശ്ശേരിക്കാരൻ മുജാഹിദ് മൗലവിയും കടന്നു വന്നുകൊണ്ട് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കഴിഞ്ഞുപോയ മുജാഹിദ് പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല, അതിൽ സംശയമുണ്ട് എന്ന് നിങ്ങളുടെ മൗലവിമാർ സ്റ്റേജ് കെട്ടി പറഞ്ഞത് അത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? തീർന്നില്ല. നബിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ഇസ്തസ്കിലി ഉമ്മത്തിക എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് ഈ ജിദ്ദയിൽ വന്ന് മുഖാമുഖത്തിൽ പ്രസംഗിച്ച ഈ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് അത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നാരിയ സ്വലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? യാ ഇബാദല്ലാഹിയുടെ അടിസ്ഥാനമാക്കി അമല് ചെയ്യുന്ന പണ്ഡിതന്മാർ ഇന്നും സലഫി ലോകത്തുണ്ട് എന്ന് നിങ്ങളുടെ മൗലവി പറഞ്ഞത് നിങ്ങളുടെ വാദമാണെന്ന് പറയാൻ ഈ പറയുന്ന വിസ്ഡം വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ധൈര്യമുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ വാദമാണെന്ന് നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ കഴിയുമോ? എന്നാൽ അവരിതെല്ലാം മറച്ചു വെക്കുകയാണ്. ഈ പറഞ്ഞതിൽ ചിലതൊന്നും ഇന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയില്ല. ഈ അടുത്ത് പോലും ഒരു പരിപാടിയിൽ നിങ്ങളുടെ പണ്ഡിതൻ ഒരു വലിയ കണ്ടെത്തൽ നടത്തി. അത് ഇന്ന് കാണൂല, അത് ലൈവിലുണ്ടെങ്കിൽ അത് അവർ പിന്നീട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിലില്ല. ഈ പറഞ്ഞ നിങ്ങളുടെ വാദമാണോ എന്ന് ചോദിച്ച അത്തരത്തിലുള്ള എത്രയെത്ര വിഷയങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാതെ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ വിസ്ഡം മുജാഹിദ് സമൂഹത്തെ, തൗഹീദി സമൂഹത്തെ
ദീനിന്റെ അടിസ്ഥാനമില്ലാത്ത പലതും പറഞ്ഞുകൊണ്ട് സമൂഹത്തെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് വാദിച്ച് പുറത്തുപോയ നിങ്ങൾ പിന്നീട് കടപ്പുറത്ത് നിങ്ങളുടെ ആളുകളെ വിളിച്ചു ചേർത്ത് എല്ലാം ശിർക്ക് തന്നെ എന്ന് ലേബലൊട്ടിച്ചത് നിങ്ങളുടെ ഗതികേടാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഖുർആൻ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, തഫ്സീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, സ്വഹാബിയുടെ പേരിൽ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ഈ രൂപത്തിൽ നിങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതാത് സമയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബഹുമാന പണ്ഡിതന്മാർ കൃത്യമായ മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളത് കേൾക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അനുയായികൾ ഇന്നും ചോദിക്കുന്നത് അന്നെന്തങ്ങനെ പറഞ്ഞു, അതെന്തങ്ങനെയായി എന്ന് ജിദ്ദയിൽ വന്ന് പോലും ചോദിക്കാൻ കാരണം നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് മാത്രമാണ്. ലഖദ് ജഇനാകും ബിൽ ഹഖ്, തീർച്ചയായും നാം നിങ്ങൾക്ക് സത്യം കൊണ്ടുവന്ന് തരികയുണ്ടായി. വലാകിന്ന അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ, പക്ഷേ നിങ്ങളിൽ അധിക പേരും ആ സത്യത്തെ വെറുക്കുകയാണ് ഉണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കതീർ റഹ്മഹുല്ലാഹ് കൊണ്ടുവരികയാണ്, വലാകിൻ കാനത്ത് സജായാകും ലാ തഖ്ബലുഹു വലാ തുഖ്ബിലു അലൈഹി, സത്യം സ്വീകരിക്കാൻ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ പ്രകൃതം നിങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വൈനമാ തൻഖാദു ലിൽ ബാതിലി വതുഅല്ലിമുഹു, എന്നാൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരു തട്ടമിട്ട് പറയുമ്പോഴേക്ക്, ഏതെങ്കിലും ഇസ്ലാമിൻ്റെ ചിഹ്നം കൊണ്ടുവന്ന് പറയുമ്പോഴേക്ക്, ഏതെങ്കിലും ചില ഭൗതികമായ അല്ലെങ്കിൽ ദീനീപരമായ ചില ഷിആറുകൾ കാട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോഴേക്ക് ആ പറഞ്ഞത് കേട്ട് അത് സത്യമാണെന്ന് കരുതി അതിനെ മഹത്വപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വതസിദ്ദു അനിൽ ഹഖി വതബാഹു, അതോടൊപ്പം തന്നെ ഈ വിഷയം ദീന് കേൾക്കുന്നതിൽ, സത്യം പഠിക്കുന്നതിൽ നിന്നും നിങ്ങൾ ജനങ്ങളെ തടയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ വിസമ്മതിക്കുകയും ചെയ്യുന്നു. വതുബഇദു അഹ്ലഹു, അതിൻ്റെ വക്താക്കളോട് നിങ്ങൾ വെറുപ്പ് കാണിക്കുന്നുണ്ട് എന്ന് മഹാനായ ഇബ്നു കതീർ റഹ്മഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിസ്ഡം സഹോദരങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം പഠിക്കണം, പ്രമാണങ്ങളിൽ നിന്നും സത്യം പഠിക്കണം. ഖുർആനും ഹദീസും നിങ്ങൾ മാറ്റിവെച്ച് അതിനെ വിശദീകരിച്ച ഉലമാക്കളുടെ കൗലുകൾ നിങ്ങൾ വെച്ചുകൊണ്ട് ഈ ശിർക്കിൻ്റെ പാതാളത്തിൽ നിന്നും നിങ്ങൾ കരകയറി വരണം. തൗഹീദിൻ്റെ സുന്ദരമായ വെളിച്ചത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന വിനീതമായ അഭ്യർത്ഥന മാത്രമാണ് ഈ ഒരു വേളയിൽ നിങ്ങളോട് പറയുവാനുള്ളത്. സത്യം പഠിക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ, തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.